ഡിയേഴ്സ്, ഇതാണ് നമ്മൾ പറയുന്ന നീല കളർ ശംഖുപുഷ്പം. അപ്പോൾ ഞാൻ ഇതും കൊണ്ടൊരു നീല ചായ ഉണ്ടാക്കാമെന്ന് കരുതുന്നു. പല മെത്തേഡുണ്ട്. നമുക്ക് അടുപ്പത്തിട്ട് തിളപ്പിച്ചും ഉണ്ടാക്കാം, തിളപ്പിക്കാതെ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതാണ്ട് ഈ കാണുന്ന ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഒരു ഗ്ലാസ് ഒഴിച്ചു, രണ്ടാമത്തെ ഗ്ലാസ്സാണ് ഇപ്പോൾ ഒഴിച്ചത്. ഞാനിപ്പം ഓണാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ തിളയ്ക്കണം. ഇതിൻ്റെ കണക്ക് വരുമ്പോൾ 1.5 കപ്പ് വെള്ളത്തിന് ഒരു 6 മുതൽ 8 വരെ ശംഖുപുഷ്പം, അങ്ങനെയാണ് പറയുന്നത്. ഇതുപോലത്തെ തട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം എൻ്റെ ഇരിക്കുന്ന ശംഖുപുഷ്പം തട്ടുള്ളതാണേ. നിങ്ങൾ കണ്ടില്ലേ, പല ടൈപ്പ് ശംഖുപുഷ്പം ഉണ്ട്. അതിനകത്ത് ഇത് തട്ടുള്ള ശംഖുപുഷ്പമാണേ. നമ്മുടെ വീട്ടിലിപ്പോൾ ഇതുപോലെ കുറേ ശംഖുപുഷ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡിനകത്തിട്ട് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. ഇതാണ്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഞാനപ്പം വെള്ളത്തിലേക്ക് ഇടാൻ പാകത്തിന് ശംഖുപുഷ്പം എടുക്കാം. ഞാനിത് കഴുകി വെച്ചേക്കുന്ന ശംഖുപുഷ്പമാണ്. അപ്പോൾ 16 എടുക്കാമെന്ന് കരുതുന്നു. 2 ഗ്ലാസ്സല്ലേ വെച്ച്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഞാൻ 16 ശംഖുപുഷ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു, വെള്ളത്തിന് തന്നെ കണ്ടൊരു ഇത് കഴുകി കഴിഞ്ഞിട്ട് ഇതത്തെ കാണുന്ന വെള്ളം കൊണ്ടല്ലേ കളറ് ആയത് കണ്ടോ. ഇത് വെറും പച്ചവെള്ളമാണ്. ഇത് വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി ശംഖുപുഷ്പം ഇടാം. ഇനി വേറൊരു മെത്തേഡുണ്ട്. നമ്മൾ പാത്രത്തിൽ ശംഖുപുഷ്പം ഇട്ടിട്ട് തിളച്ച വെള്ളം ആ തിളച്ച വെള്ളം തന്നെ ആ ശംഖുപുഷ്പത്തിലേക്ക് ഇട്ടാലും മതി. ആ ഒരു മെത്തേഡാണെന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇടുമ്പോൾ തന്നെ കളറ് വേഗം ഇറങ്ങും. ഇത് കണ്ടോ, ഇതിട്ടപ്പോഴത്തേന് ഇതിനകത്ത് കളറ് ഇളകുന്നുണ്ടോ. സ്ട്രെയിൻ എടുത്ത് അപ്പോൾ ഇങ്ങനെ ഈ വലിയ പാത്രത്തിൽ ഇട്ട് തന്നെ നമുക്ക് ഈ അരിപ്പ് കൊണ്ട് എടുക്കാമെന്ന് കരുതിയാണ്. ഇങ്ങനെ കോരി കളയാമെന്ന് കരുതി. 1 സെക്കൻഡ് അവിടെ കിടക്കട്ടെ. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇത് ഓഫാക്കിയിട്ടുണ്ട്. ഇത് തിളച്ചതിന് ശേഷം സ്വല്പം സമയം നമുക്ക് അടച്ച് വെക്കാം. കളറ് മാക്സിമം ഇറങ്ങട്ടെ. ഏകദേശം 1 മിനിറ്റോടടുത്ത് ഞാൻ അടച്ചു വെച്ചു. പിന്നെ ഈ പാത്രത്തിൽ പിടിക്കുന്നത് ചെറിയ ചൂടേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇൻഡക്ഷൻ കുക്കറെ വെക്കുമ്പം അറിയാമല്ലോ, നമുക്ക് അത്രയും ചൂട് ഫീൽ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിന് എഡിക്കണ്ടെന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം വെച്ചാണ് ഫിസിക്സൊക്കെ എന്നറിയാം. അപ്പം ഞാൻ ഇതെടുത്ത് ഈ സൈഡിൽ നിന്ന് ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൻ്റെ ഈ സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. എത്രയും ഇതിൻ്റെ കളറ് കണ്ടോ, നല്ല ഉജാല പോലെ ഉണ്ടല്ലേ. ഈ അടുത്ത ഗ്ലാസ്സിലൂടെ ഒഴിക്കാം. ശംഖുപുഷ്പത്തിൽ ഇത്രയും അളവ് ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസ്സിൻ്റെ 16 ഇട്ടില്ലേ. അപ്പോൾ തന്നെ അളവ് അത്രയും കൂടിയിട്ടായിരിക്കും ഇത്രയും കളറ്. പിന്നെ ഈ തട്ട് ഉള്ള ശംഖുപുഷ്പം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഇതൾ കൂടുതലുണ്ടല്ലോ, അപ്പോൾ കൂടുതൽ കളറ് വരും. വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ടാവുള്ളൂ. ഇവിടെ പിഴിഞ്ഞെടുക്കാം. ചൂടാണ് കേട്ടോ, നല്ല ചൂടാണ്. കൈ കൊള്ളുന്നു. നല്ല ചൂടാണ്, കൈ കൊള്ളുന്നുണ്ട്. ഇപ്പം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ആ നീല കളറൊക്കെ മാറിയതാ ഈ ഒരു കളറായി. ചെറിയ നീല കളർ. അതേസമയം നമ്മൾ വെള്ള കളർ ശംഖുപുഷ്പം കൊണ്ട് ചെയ്യുവാണെങ്കിൽ ഒരു കളറും കാണത്തില്ല. നമുക്ക് ചിലപ്പം ഇതിൻ്റെ ഈ ടേസ്റ്റ് പിടിക്കത്തില്ല. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് ശംഖുപുഷ്പത്തിൻ്റെ കറക്റ്റ് നമ്മൾ ശംഖുപുഷ്പം പച്ചക്ക് തിരുമ്പോഴുള്ള അതേ ടേസ്റ്റ് തന്നെയുണ്ട്. പക്ഷെ നമുക്ക് അത്രയും കൊണ്ട് പിടിക്കത്തില്ല. കാരണം ഒരു വെള്ളത്തിനകത്ത് ഒരു ചെറിയൊരു ടേസ്റ്റ് വരും, ഒരു മൈൽഡ് ടേസ്റ്റ് പോലെ. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാകത്തില്ല. എന്നെ പോലുള്ളവർക്കൊന്നും മധുരമില്ലാത്ത സംഭവമൊന്നും പിടിക്കത്തില്ല. അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹണി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹണി വാലി പ്രോജക്റ്റിൻ്റെ
നവജ്യോതിയുടെ ഭാഗമായിട്ട് വരുന്ന ഹണി വാലി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള തേനാണ്. ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. തേനീച്ച കർഷകരുടെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ തേനൊഴിക്കുവാണ്. ഇത് എന്നെ അപേക്ഷിച്ച് ഇതെനിക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്നതുമെല്ലാം. ഞാൻ ഡയറക്റ്റ് പോയി കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ ഇത് മെൻഷൻ ചെയ്തേക്കാം. ഇച്ചിരിയേറെ ഇരിക്കട്ടെ അല്ലേ, നല്ല മധുരം ഇരിക്കട്ടെ. മധുരത്തിൻ്റെ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇട്ടു. ഇങ്ങനെ ഒഴിച്ചാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടത്തില്ല. ഞാൻ തൽക്കാലം ഒരു തവിയാണ് എടുത്തേക്കുന്നത്. അതെടുത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്യാം. ഇതാ പിന്നെ കലങ്ങുന്നത് എന്നെ വെള്ളത്തിൽ കലങ്ങാൻ പാടില്ല. തേന് മിക്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. മധുരം നോക്കാം. കുഴപ്പമില്ല. വലിയ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ടേസ്റ്റ് ഓക്കെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് അതാണ്, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ടേസ്റ്റ് കേട്ടോ. പക്ഷേ നമുക്ക് ഈ ടേസ്റ്റ് പിടിക്കത്തില്ലെങ്കിൽ നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് പെട്ടെന്ന് തീരുമാനിച്ചായതുകൊണ്ടേ നാരങ്ങ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഇവിടെ ഇരുന്ന നാരങ്ങ ഞാനത് പിഴിഞ്ഞൊഴിക്കുവാണ്. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ കളറ് മാറുമെന്നാണ് പറയുന്നത്. നോക്കട്ടെ. നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു പർപ്പിൾ പോലത്തെ കളറായിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കളർ വ്യത്യാസം കണ്ടോ. ഇതിൻ്റെ കളറ് മറിയിക്കുന്നുണ്ട്. നാരങ്ങ ഒഴിച്ചതിന് ശേഷം പകുതി വരെ ലയിച്ചിട്ടുള്ളത് തോന്നി. ഒന്ന് മിക്സ് ആക്കട്ടെ. എന്താ പർപ്പിൾ പോലത്തെ കളറായി. ഫുൾ നാരങ്ങ ഇതായപ്പോൾ കണ്ടോ, കളർ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. ഇതിന് ശരിക്കും ഒരു ഉജാലത്തിൻ്റെ നിറമല്ലേ. കൂടെ അത്ര ഇതായിട്ട് കാണാൻ പറ്റുമോ അറിയത്തില്ല. ഞാൻ ഒഴിച്ച് കാണിക്കാം. ഇത് ആദ്യം കാണിക്കാവേ. ഇത് കണ്ടോ, ഇത് വീഴുന്നൊരു നീല കളറും ഇതിൽ നിന്ന് വീഴുന്നത് ഒരു അതിനതുകൂടെ കാണാൻ പറ്റുന്നില്ല. ഇത് നോക്കാം. ഇതിൻ്റെ കളർ കണ്ടോ, ഒരു പർപ്പിൾ പോലത്തെ കളറാണ് കണ്ടോ. പക്ഷേ ഇത് ബ്ലൂ ആണ്. ഇത് നാരങ്ങ ഒഴിക്കാത്ത ഇതാണ്. ഞാൻ ഹണിയും കലക്കിയിട്ടില്ല. അത് ഹണി കിടക്കുന്നു. ഇത് ശംഖുപുഷ്പത്തിൻ്റെ ആ കളറും പ്യൂറായിട്ടുള്ളത്. ലൈം ഒഴിച്ചിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ ഹണി കലക്കി പിന്നെ ലൈം ഇട്ടു. കാരണം അതാ ഇങ്ങനെ കളർ കണ്ടോ, വ്യത്യാസം കണ്ടോ, കളർ വ്യത്യാസം കണ്ടോ. അപ്പം ഇനി ഇത് കുടിച്ച് നോക്കാം. കൊള്ളാം, കുഴപ്പമില്ല. ഇപ്പം നാരങ്ങയോടെ ചേർത്തപ്പം ടേസ്റ്റ് ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയല്ലോ. നാരങ്ങ വെള്ളത്തെയും ഹണി ഒഴിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ചൂടാണ്, തണുപ്പിച്ച് യൂസ് ചെയ്യാം, അന്നേരം ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ എന്തായാലും ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി, ടേസ്റ്റ് കുഴപ്പമില്ല, കുടിക്കാവുന്നതാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് താഴെ അറിയിക്കണേ. അപ്പോൾ ബൈ.